നിൽക്കാനുള്ള ജോലിക്കാണ് പോരുന്നത്. ആ ജോലി കഴിഞ്ഞിട്ട് അമ്മ പാലക്കാടോട്ട് വരുന്നത്. അത് അമ്മച്ചി ഞാനും പാലക്കാടോട്ട് വരെയാണ്. പിന്നെ അമ്മച്ചി എനിക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു. അത് ശരി വാ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഒരു അരമണിക്കൂറോളം ഇരുന്നെന്ന് പറഞ്ഞു സ്റ്റേഷനിൽ. അന്നേരം സന്തോഷ് വന്നു. അപ്പോൾ സന്തോഷ് വന്നപ്പോൾ ചോദിച്ചു സന്തോഷിൻ്റെ അടുത്ത് എവിടെ പോകുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞ് ഡൽഹിയിൽ ഒരു ജോലി തിരക്കി പോവുകയാണ്. അപ്പം ഞങ്ങളെ വീട്ടിൽ ഈ ഓട്ടോ കത്തിയ കാര്യമോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടൊരു അനാശാസ്യത്തിന് പിടിച്ചു എന്ന് പത്രത്തിൽ വന്ന കാര്യമൊന്നും എൻ്റെ അമ്മ അറിയുന്നില്ല. അവിടെ വന്നൊരു മിസ്റ്റേക്കാണ് എൻ്റെ ജീവിതം ഇത്രയും നശിപ്പിക്കാൻ തന്നെ കാരണം. ആ ഒരൊറ്റ ഒരു വാക്കിൽ അല്ലെങ്കിൽ സന്തോഷം അത് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എങ്കിൽ സാദിയുടെ വീട്ടിൽ പറഞ്ഞിരുന്നു ഒരു സ്ത്രീയും കയറ്റില്ല മാഡം. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനൊരു സംഭവത്തിന് ഞാൻ വഴിവെച്ച് കൊടുക്കത്തില്ല. സന്തോഷം എൻ്റെ വീട്ടിൽ വരാനോ ചായ കുടിക്കാനോ ഒന്നും ഞാൻ വഴിവെച്ച് കൊടുത്തില്ല. അപ്പം പറയുന്ന എൻ്റെ ചായ കുടി ഇതുകൊണ്ടൊക്കെ എൻ്റെ വീട്ടിൽ തിരക്കി വന്നു. സതി ആടിനെ കൊടുക്കാനുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാവരും ആടും കോഴിയും കുഞ്ഞുങ്ങളും എൻ്റെ ഫാദറും എന്നോടൊപ്പമാണ്. അപ്പോൾ എല്ലാം കൂടെ നോക്കുന്ന ബുദ്ധിമുട്ട് കാരണം എൻ്റെ കുറച്ച് എണ്ണത്തിനെ നിർത്തിയിട്ട് ഇവർക്ക് ഒരാടും 3 കുട്ടിയെ 11,800 രൂപയ്ക്ക് ഞാൻ കൊടുത്തു. 2 മാസം അവനോടെ ജീവിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ജീവിച്ചു എന്നുണ്ടെങ്കിൽ തുടർന്ന് ഞാൻ സന്തോഷിൻ്റെ കൂടെ മാത്രമേ ജീവിക്കുന്നുള്ളൂ. സന്തോഷം തീർച്ചയായിട്ടും എനിക്കൊരു ജീവിതം തരണം. എനിക്ക് സന്തോഷം 15 ദിവസത്തിനുള്ളിൽ എൻ്റെ 15 ദിവസം ഈ എപ്പിസോഡ് പൂർത്തിയാവും. പുറത്ത് നിന്ന് തന്നെ സന്തോഷം വന്നിട്ട് എന്നെ അടിക്കാൻ വന്നിട്ട് നിന്റെ മോളെ ഞാൻ സ്വീകരിക്കാൻ തോന്നുന്നുണ്ടോടി, നീ കൊണ്ടുകിടന്ന് പൂട്ടിക്കൊടുക്കുമല്ലോ. ഇപ്പം പുറത്തുനിന്ന് സന്തോഷം എന്നോട് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. തീർത്താണ് ഈ പെണ്ണ്. ഇങ്ങനെ വരുത്തി തീർത്തിപ്പോ ഏതവസ്ഥയിലെത്തി അത് പറ. സത്യാവസ്ഥ അറിയാനാണ് നിങ്ങൾ സത്യാവസ്ഥ പറ. സന്തോഷം പറ. അത് പറയാനല്ലേ സന്തോഷം അവസരം തന്നിരിക്കുന്നത്. എന്താ സത്യാവസ്ഥ? സന്തോഷം ആ വീട്ടിൽ പോകാറില്ലേ? ഒരു വീട്ടിൽ പോയെന്ന് വേറെ രീതിക്കാണ് ഉണ്ടാവില്ല. ഒരു വീട്ടിൽ പോകാവുന്ന ഒരു സമയം സന്ദർഭം ഉണ്ട്. അതിനപ്പുറത്തോട്ട് സന്തോഷം പോകാറുണ്ടോ? ഇവള് ഞാൻ അങ്ങനെ എനിക്ക് പറയാൻ ഇവൾ ആരോടെല്ലാം സഹകരിക്കുന്നുണ്ട്. ഇവൾക്ക് വരുന്ന കോളുകൾ വേറെ ആണുങ്ങളെ വിളിക്കുന്നത്. കോൾ നമ്പർ ഡിലീറ്റ് കളയുന്നുണ്ട്. അതാരും വിളിച്ച് തന്നെ ഡിലീറ്റ് കളയുന്നത്. ഒരു 20 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പിന്നെ അവക്ക് പിന്നെ സിവിൽ എഞ്ചിനീയറിന്റെ ആലോചന വന്നിരിക്കുന്നു, എനിക്ക് ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല, എനിക്ക് കല്യാണം കഴിക്കണം. പിന്നെ അതൊക്കെ ഇവരുമായിട്ടുള്ള പ്രശ്നത്തിന് പിന്നെ പറഞ്ഞല്ലേ? 20 ദിവസം ഞാൻ പറഞ്ഞു 20 ദിവസത്തിന് മുൻപ് പറഞ്ഞത് ഈ സ്ത്രീയുടെ പ്രശ്നത്തിന് ശേഷം. പിന്നെ അവരുടെ ഭാര്യ ഇതേപോലെ വണ്ടി ആക്സിഡന്റിലാണ് മരിച്ചുപോയി. അവരുടെ ആങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. വീട്ടിൽ വന്ന് ആലോചിച്ച് വന്നിട്ട് പൊല്ലൂർ പോയി ജോയിന്റ് പെറ്റീഷൻ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചു വരുത്തി ഒക്കെ ചെയ്യുന്നതാ. ഞാൻ പറഞ്ഞെങ്കിൽ നിന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ നീ ചെയ്യുന്ന അങ്ങനെയാണ് എന്നെ കൊണ്ട് കഴിഞ്ഞ മാസം വിളിച്ചു വരുത്തി. എന്നിട്ട് അപ്പോഴും ഫോൺ വിളി. ഞാൻ അങ്ങനെ അടുക്കളോട് ചെന്നിട്ട് ആ ഫോൺ എടുത്ത് നമ്പർ നോക്കിയപ്പോഴത്തേന് അന്നേരം വിളിച്ച കോളില്ല. അറിയാമോ? അരമണിക്കൂർ മുമ്പ് വിളിച്ച കോളേ ഉള്ളൂ. അതിനകത്ത് അന്നേരം വിളിച്ച കോൾ എന്ത് എവിടെ പോയി കോള്? അവിടെ സൈഡ് സംസാരിച്ചു. എനിക്കിപ്പോ വിഷയമല്ല. അവൾ ആരെ വിളിച്ചെന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോകുന്ന എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമല്ലത്. സന്തോഷത്തിന് താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ അവര് എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് വ്യവസ്ഥകൾ എന്നുള്ളത് പാനലിൽ അറിയിക്കാം. പുള്ളി എന്നെ കൊണ്ട് ഒരുപാട് കുടുംബശ്രീയിൽ നിന്നും ആടിൻ്റെതായിട്ടുള്ള ഒരുപാട് ലോണും കാര്യങ്ങളും മാത്രം തന്നെ ഒരു മാസം 4000 പുറത്ത് രൂപ അടയ്ക്കാനുണ്ട്. അതല്ലാതെ വാങ്ങിച്ച കടങ്ങളുണ്ട്. ഇപ്പൊ ഇവിടുന്ന് റോളിംഗ് ആറേന്ന് എടുത്തിട്ട് ഡൽഹിയിൽ നിന്നാന്നും പറഞ്ഞ് എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരാൾ കടം മേടിച്ച അതല്ല കഥ പറയല്ലോ ഒരാൾ വിളിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ അണ്ണാച്ചിടയിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോണ്ടേ എൻ്റെ അടുത്ത് ഞാൻ 5000 രൂപ അവളുടെ കയ്യിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്, അണ്ണാച്ചി അത് മേടിച്ചോന്ന്. ഒരു 10 പൈസ പോലും തരാതെ ആ പുള്ളിയോട് പറഞ്ഞ വാക്കാണ് മേടിച്ചോളെ. ആ പുള്ളി എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ മറുപടിയാണ് എല്ലാം എന്റെ പേരിലാണ്. 3 സെന്റ് വസ്തു പുള്ളിയുടെതാ. അതിനകത്ത് വീട് വെച്ചേക്കുന്നത് പൈസ നമ്മുടെ പൈസയാ. ആ വീടും വസ്തു കുഞ്ഞിന്റെ നിങ്ങളുടെ പേരിലേക്ക് മാറ്റുക എന്നുള്ളത് ഈ വ്യവസ്ഥയിലാണ് ഇപ്പം അവര് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് പിരിയാൻ തയ്യാറാകുന്നത്. ഇനി സന്തോഷിന്റെ ലോൺ എടുത്ത പൈസ ഒന്നും എന്റെ തന്നില്ല. ആടിനെ അവള് തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ ആടിനെ വാങ്ങി കൊടുക്കുകയാണ് ചെയ്തത്. അത് വിറ്റ് പൈസ ഞാൻ അവിടെ കൊടുത്താണ്. 3000 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്. നീ ചെയ്യും. ഞാൻ എനിക്ക് പറയാനുള്ളതാ, ഞാൻ വിറ്റ് പൈസ അവിടെ കൊടുത്തു. 3000 രൂപ ഞാൻ വാങ്ങി. 6000 രൂപ ഞാൻ ലോൺ അടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 3000 രൂപ ഞാൻ വാങ്ങിയത്. 6000 രൂപ അടച്ചപ്പോൾ 3000 രൂപ വാങ്ങി. ബാക്കിയുള്ള ലോണൊന്നും എനിക്കറിയില്ല. എല്ലാം അവരുടെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാനായാലും അവള് എനിക്കറിയത്തില്ല. ഞാനതിനൊന്നും പങ്കല്ല. ഞാൻ ആടിനെ വാങ്ങാനുള്ള ലോണും കൂടെ നിന്നപ്പോ ഞാൻ മാത്രം എടുത്തത്. ആടിനെ വാങ്ങി ഈ പ്രശ്നം ആയപ്പോ ആടിനെ വിറ്റു. എത്ര രൂപ ലോൺ എടുത്ത്? അത് എത്ര ഇവളാണ് പോകുന്നൊന്നും എന്റെ അടുത്ത് പറയുന്നത്. 25,000 ലോൺ എടുത്ത് അതുപോലെ പുള്ളിയുടെ ഇല്ല 1 രൂപ മേഡം എന്റെ പൈസ തന്നിട്ടില്ല. പൈസ എല്ലാം അവിടെ തന്നെയാണ് വെക്കുന്നത്. വെച്ചിട്ട് ഇത്ര രൂപ കിട്ടി. ഓക്കെ ഞാൻ ചോദിക്കാൻ പോലും പോയില്ല. ആടിനെ മേടിക്കാൻ പൈസ തന്നു. ആടിനെ വിറ്റ് പൈസ അവരെന്ത് ചെയ്തു? ആടിനെ മേടിച്ചു മാഡം. ഒരു 12,000 രൂപയ്ക്ക് ആടിനെ മേടിച്ചു. ഒരു 5,000 രൂപയ്ക്ക് കുട്ടിയായിട്ട് മേടിച്ചു.
അത് 2 ആട് ചത്തുപോയി. ബാക്കി ആടിനെ വിഷയമായപ്പോൾ ആടിനെ കൊടുത്തു. ആടിനെ കൊടുത്തിട്ട് പിന്നെ ഈ കൊടുത്ത പൈസ അതേപോലെ തന്നെ അവിടെ കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇതിനു മുമ്പ് അപ്പോൾ ഇത്രയും മാസം വളർത്തിയപ്പോൾ ആടിന് ലോൺ അടയ്ക്കണമായിരുന്നു. ഞാൻ ലോൺ അടച്ചുകൊണ്ടിരുന്നത് 6000 രൂപ ലോൺ അടച്ചിട്ടുണ്ട്. 6000 ലോൺ അടച്ചുകൊണ്ട് 3000 രൂപ ആടിനെ വിറ്റപ്പോൾ ഞാൻ ഇത് വാങ്ങി. ഈ ആരുടെ അണ്ണാച്ചിമാരുടെ 5000 രൂപ എത്ര പേരുടെ വാങ്ങിച്ചിട്ടുണ്ട്? ഞാൻ ഒരാടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. 2 പേരുടെ 2500 ഒരെണ്ണാച്ചിയുടെ ഒരെണ്ണാച്ചിയുടെ 5000 രൂപ. അതൊക്കെ ഞാൻ അടച്ചോളാം. ഞാൻ മേടിച്ചോളാം. അവരുടെ പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾ അടയ്ക്കുന്നു. ലോൺ ഏത് ലോൺ അടയ്ക്കണം? നിങ്ങൾ ഏത് ഏറ്റെടുക്കും? വേണം ലോൺ മേടിച്ച പൈസ ഒന്നും എൻ്റെ അടുത്ത് പറയാം. സ്വന്തം ഇഷ്ടപ്രകാരം മേടിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം വീടിന് വേണ്ടി ജീവിച്ച അവക്കടെ വീടിന് വേണ്ടി ജീവിച്ചതാണ്. എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കത്തില്ല. ആർക്കും കൊടുക്കട്ടോ എത്ര രൂപ മേടിച്ചൊന്നും ഒന്നും എൻ്റെ അടുത്ത് പറയത്തില്ല. ആടിനെ വാങ്ങിച്ച് നിങ്ങളും കൂടെ അറിഞ്ഞ് നിങ്ങൾ ആടിനെ എനിക്ക് തന്ന പൈസ ഞാൻ തിരിച്ച് വിറ്റോ അതേപോലെ കൊടുക്കുകയും ചെയ്തില്ല. എന്നിട്ടല്ലേ 3000 രൂപ വാങ്ങിയത് ഞാൻ. ആ ലോണിന് ഇനി എത്ര അടയ്ക്കാനുണ്ട്? 15000 രൂപ അടയ്ക്കാനുണ്ട്. ഇനി അടയ്ക്കാനുണ്ട്. അപ്പൊ അന്ന് 13,000 രൂപ വിറ്റ് തന്ന പൈസ 3000 രൂപ 12,000 പോയാൽ ബാക്കി 9000 രൂപ അവരുടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി അവൾ സ്വർണ്ണമൊക്കെ പണയം എടുത്താണ്. ഞാൻ മേടിച്ചിട്ടില്ല പൈസയൊന്നും. 1 രൂപ ഞാൻ വാങ്ങിയിട്ടില്ല. അവരുടെ സ്വർണ്ണം എന്തിനാ പണയം വെച്ചേ? എനിക്കറിയത്തില്ല. സ്വർണ്ണം പണയം വെച്ച് അവരുടെ സ്വർണ്ണം എന്തിനു വേണ്ടിയിട്ടാ പണയം വെച്ചേ? ഇവര് സ്വന്തം ഇഷ്ടപ്പെടാൻ അവർ അമ്മയ്ക്കും അവർ ആങ്ങളയ്ക്കും വേണ്ടി ജീവിക്കുന്ന ഒരു പെണ്ണാണ്.